അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ റമദാനിലെ ഒരു ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ്. കുറേ ആയില്ലേ ഞാൻ വീഡിയോസ് എല്ലാം ചെയ്തിട്ട്. കുറേ എന്താ പറയുക കമൻസ് ഉണ്ട്, മെസ്സേജ് ഉണ്ട്, എന്താ വീഡിയോസൊന്നും ഇല്ലാത്തതെന്നെല്ലാം പറഞ്ഞിട്ട്. ഞാൻ കുറച്ച് തിരക്കിലെല്ലാം പോയോണ്ടാണ്. പിന്നെ റമദാൻ ആയതുകൊണ്ട് തന്നെ വീഡിയോ ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും എല്ലാം ആയിട്ട് കുറേ ടൈം എടുക്കണ്ടേ. അതുകൊണ്ട് പിന്നെ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മടി പിടിച്ചിട്ട് നിന്നതാണ് കേട്ടോ. പിന്നിൽ ഇന്നത്തെ ദിവസം ഫുള്ളായിട്ട് കാണാം. ഉമ്മയിലുള്ള ദിവസത്തെ വിശേഷങ്ങളാണ്. ഇതിപ്പോൾ ഉമ്മ വരും മുമ്പേ ഞാനില്ലേ അന്നത്തെ ദിവസം ഉണ്ടാക്കാനുള്ള വെജീസും കാര്യങ്ങളും എല്ലാം ക്ലീൻ ചെയ്തെടുക്കലാണ്, കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കലാണ്. അതിൽ ചിക്കന് തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ ഒരു കുബൂസ് വെച്ചിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്നും വിചാരിക്കുന്നുണ്ട്. പിന്നെ ഒരു പുഡിങ് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ഐറ്റംസും എല്ലാ വെജീസും ഒരുമിച്ചിട്ട് എടുത്തിട്ട് അങ്ങനെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കലാണ്. അങ്ങനെ ആകുമ്പം പണി ഈസിയായിട്ട് തോന്നലുണ്ട്. പിന്നെ അത്താഴത്തിന് നമ്മൾ എണീച്ച് കഴിഞ്ഞാൽ സാധാ അധികം ആൾക്കാർ ചെയ്യുന്ന പോലെ തന്നെയാണ്. എന്തെങ്കിലും സ്നാക്ക് ഉണ്ടെങ്കിൽ അതും ചായയും കുടിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ പത്തിരി കറി ചായ അങ്ങനെയാണ് കേട്ടോ. ചില സമയം ഓട്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്നും സ്നാക്ക് ഉണ്ടാക്കാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ ഓട്സ് അങ്ങനെ ഉണ്ടാക്കും. അങ്ങനെയെല്ലാം തന്നെയാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോസൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഇതിപ്പം ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ. രാവിലെ എണീച്ച് അത്താഴം കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ അന്നേരം തന്നെ കിച്ചണും കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ആക്കി വെക്കുക. അത്താഴം കഴിഞ്ഞാൽ പിന്നെ ഞാൻ കിടക്കാൻ നിൽക്കില്ല. അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ എൻ്റെ പണി തീരൂല. അതുകൊണ്ട് തന്നെ രാവിലെ വേഗം എല്ലാ പണിയും തീർത്ത് വെക്കും. പിന്നെ ഇപ്പം എന്നുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ വീഡിയോ ഷൂട്ടിങ് മാത്രമേ എനിക്ക് ചെയ്യേണ്ടി, ബാക്കിയെല്ലാം സ്റ്റാഫ് ചെയ്യും. അവരെ വീട്ടിൽ തന്നെയാണ് പ്രൊഡക്റ്റും കാര്യങ്ങളെല്ലാം കൊണ്ടുവച്ചിട്ടുള്ളത്. ജസ്റ്റ് ഷൂട്ട് ചെയ്ത് കൊടുക്കുക, വോയിസ് ഓവർ കൊടുക്കുക, ആ ഒരു പണി എനിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ രാവിലെ തന്നെ ചെയ്ത് തീർക്കും. എന്നിട്ട് മക്കളെ സ്കൂളിൽ അയച്ച ശേഷം ഞാൻ കിടക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും എന്താ പറയുക കുറേ പണിയുള്ള എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഇങ്ങനെ അണപ്പത്തിൽ കുന്നോ റോട്ടി എന്നെല്ലാം പറയും ചില നാട്ടിൽ. അതെല്ലാം ഉണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിൽ നേരത്തെ ളുഹറിന് മുമ്പേ കാര്യങ്ങളെല്ലാം ഒരുക്കി വെക്കും. അല്ല സിമ്പിളായിട്ട് എന്തെങ്കിലും കറിയും പത്തിരി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്നതാണെങ്കിൽ ഞാനില്ലേ രണ്ടുള്ളി എടുത്തിട്ട് ശേഷം കറിയിലേക്കുള്ളതാണ്. തേങ്ങക്കറി ഞാൻ ഒരു പെട്ടെന്നായി കിട്ടും. കാര്യം ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ രാവിലെ റെഡിയാക്കും. പിന്നെ ഒന്ന് സ്നാക്കിലേക്ക് അതങ്ങനെ പണിയായിട്ട്. പിന്നെ 3 കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കളർ ക്യാപ്സിക്കാലും കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഞാനങ്ങനെ വാടിപ്പോയിട്ട് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് സാധാരണ ഇങ്ങനെ എന്തെങ്കിലും വെജീസ് ഐറ്റംസ് എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങിക്കഴിഞ്ഞാലില്ലേ ഇന്നുണ്ടാക്കാം നാളെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ വാടിപ്പോക്കുണ്ട്. അതുകൊണ്ട് അങ്ങനെ വാടിപ്പോണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടതാണ്. നിങ്ങളതിൽ ഒരു കളർ ക്യാപ്സിക്കാലും കുഴപ്പമില്ല. കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, 2 കറിയിലേക്കും സ്നാക്കിലേക്കും വേണ്ടിക്ക്. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം റെഡിയാക്കി എടുക്കലാണ്. ഇങ്ങനെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ കുക്കിംഗ് ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് തോന്നലുണ്ട്. ഇനിയിപ്പോൾ ഇതാ ചിക്കനും കാര്യങ്ങളും എല്ലാം നേരത്തെ തന്നെ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ച് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ ഒന്ന് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതോ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്തതോ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ചിക്കൻ എടുത്തിട്ടുണ്ട്. വേവിക്കണ്ട, എല്ലില്ലാത്ത പീസൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതൊന്ന് കുക്കായിട്ട് വരണം. അതിലേക്കില്ലേ കുറച്ച് എന്താ പറയുക റെഡ് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മുളക് പൊടി, കുറച്ച് ഒറിഗാനോ, പിന്നെന്താ കുരുമുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൗഡർ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ജീരകം, ചെറിയ ജീരകമില്ലേ ക്യുമിൻ സീഡ് പൊടിച്ചത്, അതെല്ലാം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ടില്ലേ ഈ ഒരു ചിക്കന് വേവുന്നത് വരെ ഒന്ന് കുക്കാക്കി എടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അവസാനമായിട്ട് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ചിക്കനൊന്ന് വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് അതിലേക്ക് ആ ഒരു ഓയിലിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കണം. കുറച്ച് മതി.
ഒരു ടീസ്പൂണെല്ലാം മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ തന്നെ ചില്ലി സോസ്, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ്, ഇതും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് മൈദയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് പാലും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയെടുക്കുക, ഒരു ക്രീമി പരുവത്തിലാക്കിയെടുക്കുക. അപ്പോൾ ഇതാ മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. നേരത്തെ മാറ്റി വെച്ച കൊത്തി വരുന്ന ഒരു ഉള്ളി, അതുപോലെ തന്നെ അരമുറി ക്യാപ്സിക്കം, അങ്ങനെ 3 കളർ ക്യാപ്സിക്കും 3 ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചിക്കനിൽ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് ഞാനിങ്ങനെ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പം കറക്റ്റ് അളവ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫില്ലിംഗ് ആണ് ഇത്. സാധനമായിട്ട് ഇതിലേക്ക് 1 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുമ്പോൾ തന്നെ നല്ല ക്രീമി പരുവത്തിൽ കിട്ടും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്പെഷ്യൽ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചീസില്ലേ, മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക, സ്ലൈസ്ഡ് ചീസ് ഇട്ട് കൊടുക്കുക. ഞാനതൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ തന്നെ ഇത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് കറി റെഡിയാക്കി എടുക്കണം. ഞാൻ ആദ്യം എല്ലാ ഫില്ലിങ്ങും കാര്യങ്ങളെല്ലാം റെഡിയാക്കി എടുക്കലാണ്. അങ്ങനെ ആകുമ്പോൾ കിച്ചൺ അധികം മോശമാവില്ല. റമദാൻ്റെ ടൈമിൽ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കിച്ചൺ മൊത്തം അലങ്കോലാവില്ലേ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ അലങ്കോലായി കഴിഞ്ഞാൽ നൊമ്പെല്ലാം തുറന്നു കഴിഞ്ഞാൽ അതെല്ലാം കഴുകി വെക്കൽ ഭയങ്കര പണിയല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ പണിയെടുക്കുമ്പം തന്നെ കുക്ക് ചെയ്യുമ്പം തന്നെ ഓരോ പാത്രങ്ങളും കഴുകിയിട്ട് ഓരോരോ ഭാഗങ്ങൾ ക്ലീൻ ആക്കി എടുക്കും. ഫസ്റ്റ് നമ്മൾ ഫില്ലിങ്ങും കറികളും കാര്യങ്ങളെല്ലാം റെഡിയാക്കി കിച്ചൺ ക്ലീൻ ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ പത്തിരി ചൂടാനോ ഇല്ലാന്നുണ്ടെങ്കിൽ സ്നാക്ക് റെഡിയാക്കി എടുക്കാനെല്ലാം ഉണ്ടാവും. കച്ചറപ്പണികളെല്ലാം കഴിഞ്ഞില്ലേ. അങ്ങനെയല്ല, വെള്ളത്തിൻ്റെതും ഈ വെജീസിൻ്റെ തൊലികൾ, ചിക്കൻ കഴുകിയത് അതെല്ലാം കഴിഞ്ഞില്ലേ. അപ്പോൾ നല്ല ആശ്വാസമായിരിക്കും കേട്ടോ. ഇങ്ങനെ ഒന്നുകിൽ രാവിലെ തന്നെ ഫില്ലിംഗ് എല്ലാം റെഡിയാക്കി എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യം ഫില്ലിങ്ങും കാര്യങ്ങളെല്ലാം. പാരൻസിന് ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടി ഞാൻ ഷെയർ ആക്കാം. ഈ വരുന്ന അധ്യയന വർഷത്തിലെ 8th, 9th, 10th CBSE പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിക്ക് ആൽബഡോയുടെ A+ ക്യാമ്പസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ഓരോ സബ്ജക്റ്റും ഫൗണ്ടേഷൻ മുതൽ A1 ലഭിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന രീതിയിലാണ് കേട്ടോ ആൽബഡോ A+ ക്യാമ്പസ് സജ്ജീകരിച്ചിരിക്കുന്നത്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് പുറമെ മന്ത്ലി എക്സാമും ചാപ്റ്റർ വൈസ് റിവിഷനും 1-on-1 അറ്റൻഷനും ക്ലാസ്സിൽ ഉറപ്പ് നൽകുന്നു. കുറഞ്ഞ ഫീസിൽ കുറഞ്ഞ വിദ്യാർത്ഥികളെ ഇരുത്തിയാണ് കേട്ടോ ആൽബഡോ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്കില്ലേ ഫീസിൽ ഡിസ്കൗണ്ടും ഉണ്ട്. ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലെല്ലാം പിൻ ചെയ്ത് കൊടുക്കുക. ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ എന്തായാലും ഇന്ന് തന്നെ ചെക്ക് ചെയ്തോ. കാര്യമില്ലേ ലേറ്റ് ആയി കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പരാതി അറിയണ്ട. അധികം ആൾക്കാരും കോൺടാക്ട് ചെയ്ത് കിട്ടിയിട്ടില്ല എന്നെല്ലാം പറയലുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്ത് ഉടൻ തന്നെ അവരെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. കാര്യം ഒരുപാട് പാരൻസ് ഇതിനെ പറ്റിയിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്ന ഉടൻ തന്നെ അധികം ആൾക്കാരും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഈ ഒരു ഓഫറും കാര്യങ്ങളൊന്നും മിസ്സാക്കണ്ട. അതുപോലെ തന്നെ ഇന്നത്തെ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് തങ്ങളുടെ കുട്ടികൾക്ക് കൃത്യമായിട്ട് എഴുതാനും വായിക്കാനും അറിയുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ട്. പല രക്ഷിതാക്കൾക്കും ജോലി തിരക്ക് കാരണമോ അല്ലാന്നുണ്ടെങ്കിൽ മക്കളുടെ കാര്യത്തിൽ കൃത്യമായിട്ട് ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്ത പാരൻസ് എല്ലാം ഉണ്ടാവില്ലേ. അപ്പം കുട്ടികൾക്ക് 8ാം ക്ലാസ്സിൽ എത്തിയിട്ട് പോലും കൃത്യമായിട്ട് എഴുതാനും വായിക്കാനും ഒന്നും അറിയാത്ത കുട്ടികൾ വിഷമിക്കുന്നുണ്ടാവും. അങ്ങനെ നിങ്ങളുടെ കുട്ടികൾക്കില്ലേ ഹിന്ദി, മാത്സ്, മലയാളം, അറബി, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ കൃത്യമായിട്ട് ഫൗണ്ടേഷൻ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആൽബഡോ പെൻസിൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മികച്ച പരിഹാരം നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. വെറും 20 ദിവസം കൊണ്ട് തന്നെ കുട്ടികൾക്കില്ലേ കൃത്യമായിട്ടുള്ള റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിക്ക് ഈ കോഴ്സ് സഹായിക്കും കേട്ടോ. ഒരുപാട് രക്ഷിതാക്കൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടിയ ഒരു കോഴ്സാണിത്. ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പാരൻസിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കേൾപ്പിക്കാം. പിന്നെ അവന് ക്ലാസ് തുടങ്ങുമ്പോൾ ഒന്നും അറിയുന്നുണ്ടായിട്ടില്ല. ABCD അക്ഷരം അല്ലാതെ ഒരു സെന്റൻസ് 8ാം ക്ലാസ്സിൽ എത്തി, എന്നാലും ABCD അക്ഷരം അറിയുന്നതല്ലാതെ ഒരു സെന്റൻസ് എഴുതാനോ സ്വന്തമായിട്ട് സെന്റൻസ് ഉണ്ടാക്കി എഴുതാനോ വായിക്കാനോ ഒന്നും അറിയുന്നുണ്ടായിട്ടില്ല. അപ്പം എനിക്ക് ആദ്യം ഇതിൽ ചേർന്ന് നല്ല പേടിയുണ്ട്, ഇത് എങ്ങനെയാണ് ഇവർ പഠിക്കാൻ പറ്റുമെന്നുള്ള ഭയങ്കര ടെൻഷനായിരുന്നു. വായിക്കാൻ തിരെ പറ്റുന്നുണ്ടായിട്ട് അതേപോലെ തന്നെ എഴുതാനും ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഒന്നും അറിയുന്നുണ്ടായിട്ടില്ല എഴുതാൻ വേണ്ടിയിട്ട്. ഇപ്പം സ്വന്തമായിട്ട് എഴുതാനും വായിക്കാനും എല്ലാം നല്ലതായിട്ട് പറ്റുന്നുണ്ട്.
മാത്രമല്ല ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് റിസൾട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഫീ റീഫണ്ട് ഓപ്ഷനും കൂടി ഇവർ ഉറപ്പാക്കുന്നുണ്ട് കേട്ടോ. ഇത്ര ഉറപ്പോടെ ഇവർ പറയുന്നുണ്ടെങ്കിൽ അവരുടെ കോഴ്സിലുള്ള റിസൾട്ടിൽ അവർക്ക് അത്ര വിശ്വാസം ഉണ്ടായോണ്ടായിരിക്കൂലേ. ഓർമ്മയിൽ നിങ്ങൾ കുട്ടികൾ 4, 5, 6 വയസ്സുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനെ കുറിച്ചിട്ടല്ലാന്നുണ്ടെങ്കിൽ ഒരു കിൻഡർ ഗാർഡനിൽ ചേർക്കണമെന്ന് ചിന്തിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടി ഞാൻ ഷെയർ ആക്കാം. കിൻഡർ ഗാർഡനിൽ ചേർക്കാത്ത മക്കളെ സ്കൂളിൽ ചേർക്കുമ്പോൾ അത് കഴിഞ്ഞ് വരുന്ന കുട്ടികളുടെ ഒപ്പമായിരിക്കും നമ്മളെ കുട്ടികൾ ഇരിക്കേണ്ട വരാം. അപ്പം നമ്മളെ കുട്ടികൾ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനെല്ലാം ഭയങ്കര മടിയായിരിക്കും. കിൻഡർ ഗാർഡനിൽ പഠിക്കാത്ത ഒരു കുട്ടിയെ സാമൂഹികവും വൈകാരികവുമായിട്ട് വികാസത്തെയും അതുപോലെ തന്നെ അവരുടെ ഭാവി പഠനത്തെയും നല്ലോണം ബാധിക്കും. അതുകൊണ്ട് തന്നെ ബേസിക് റീഡിങ്, ഹാൻഡ് റൈറ്റിങ്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷന് തുടങ്ങിയ എല്ലാം അവരെ മറ്റു കുട്ടികളിൽ നിന്നും പിന്നിലാക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പം ഒരു കാർട്ടൂൺ കാണുന്ന ഒരു ലാഘവത്തോടെ തന്നെ കുട്ടികൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ കിൻഡർ ഗാർഡൻ പഠിപ്പിക്കുന്ന ആൽബിഡോയുടെ ജൂനിയർ കിൻഡർ ഗാർഡൻ പ്രോഗ്രാം അവരൊരുക്കിയിട്ടുണ്ട്. അത് നമ്മൾ കുട്ടികളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ്, അതും ഓൺലൈൻ ആയിക്കൊണ്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. 21-ലധികമുള്ള രാജ്യങ്ങളിലെ രക്ഷിതാക്കൾ വിശ്വാസം അർപ്പിക്കുന്ന ഈ ഒരു സ്ഥാപനത്തിലെ 5000-ലധികം വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറിയ പ്രായത്തിൽ നിങ്ങളെ കുട്ടികൾക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച ഫൗണ്ടേഷനാണ് ആൽബിഡോയുടെ ജൂനിയർ കിൻഡർ ഗാർഡന്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിദേശത്തായതുകൊണ്ട് തന്നെ അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ട് ഓരോ വർഷവും നഷ്ടപ്പെടുന്ന പല കുട്ടികളും ഉണ്ടാവും. അവർക്ക് കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റാത്ത പാരൻസും ഉണ്ടാവും. അങ്ങനെ ബുദ്ധിമുട്ടുന്ന കുറച്ച് പേരുണ്ടാവും. അപ്പം സ്കൂളിൽ പോകുന്നവർക്കായിക്കോട്ടെ പോകാത്തവർക്കായിക്കോട്ടെ 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് CBSE സിലബസ് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പഠിപ്പിക്കാൻ പറ്റുന്ന സംവിധാനവും കൂടി ആൽബിഡോ ഓൺലൈൻ സ്കൂളിംഗ് എന്ന രീതിയിൽ അവർ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു കുട്ടിക്ക് വേണ്ടിക്ക് മാത്രമായിട്ടായിരിക്കും ടീച്ചേഴ്സ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഫൗണ്ടേഷനും കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കാനും കുട്ടികളുടെ സബ്ജക്റ്റ് ബേസ് ആയിട്ടുള്ള പോരായ്മകൾ ക്ലിയർ ചെയ്യാനും എല്ലാം ഈ ഒരു ഓൺലൈൻ സ്കൂളിംഗ് സഹായിക്കും കേട്ടോ. അവരുടെ ഓൺലൈൻ സ്കൂളിംഗ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യാനും പറ്റും. അപ്പം ഇവരെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്തായാലും ഡീറ്റെയിൽസ് കൊടുക്കുക, കമൻറ്റിലും പിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ഓഫറും കാര്യങ്ങളൊന്നും മിസ്സാക്കണ്ട. നിങ്ങൾ എന്തായാലും ഇപ്പം തന്നെ പോയിട്ട് അവരെ കോൺടാക്റ്റ് ചെയ്യുക. നാളെ മാറ്റി വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതാണ് 2 ദിവസം കഴിയട്ടെ കോൺടാക്റ്റ് ചെയ്യാനെന്നെല്ലാം പറയുന്നവരുണ്ട്. അങ്ങനെയല്ല, നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ അവരെ കോൺടാക്റ്റ് ചെയ്തോ. ഇത് നല്ലൊരു ഓഫറല്ലേ, നിങ്ങൾ മിസ്സാക്കണ്ട. അപ്പോൾ എന്താ, നിങ്ങളെ കുട്ടിക്ക് നല്ലൊരു ഭാവി നിങ്ങൾ പ്രതീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കുട്ടികളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയൊരു സ്ഥാപനം തന്നെയാണ് ആൽബിഡോ. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ കറി ഉണ്ടാക്കലാണ്. സാധാ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. തേങ്ങക്കറി ഉണ്ടാക്കുമ്പോൾ ഒരു ഉള്ളി, 2-3 തക്കാളി, ഒരു ബൾബിൽ എന്താ പറയുക ഒരു 8-10 അല്ലിയോളം വെളുത്തുള്ളി, അതുപോലെ തന്നെ 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, 3-4 പച്ചമുളക്. ഉള്ളി വഴറ്റിക്കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക, ഉള്ളി വഴറ്റുക, എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ തക്കാളി എല്ലാം ഇട്ടിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് എന്താ പറയുക മുളക്, മല്ലി, ഗരം മസാല പൗഡർ, കുരുമുളക് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കലാണ്. 1 ടേബിൾ സ്പൂണ് മുളക് പൊടിക്ക് 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി എന്ന അളവിലാണ് ഞാൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ എല്ലാം റോസ് മില്ല് മാറിക്കഴിഞ്ഞാൽ ഇതുപോലെ ചിക്കൻ ഇട്ട് കൊടുക്കും. എന്നിട്ട് തേങ്ങക്കറി ആകുമ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കില്ല, ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങും. എന്നിട്ട് തേങ്ങ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, കുറച്ച് മഞ്ഞൾപ്പൊടിയും വലിയ ജീരകം, ഫെനൽ സീഡ് പൊടിച്ചതുമില്ലേ അതും കൂടി നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ട് അതൊഴിച്ച് കൊടുക്കും. വറുത്തിട്ടാണ് ആദ്യമെല്ലാം ചെയ്യൽ. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ നല്ല കട്ടിയിൽ തേങ്ങാപ്പാൽ അരിക്കാണ്ട് നല്ലോണം അരച്ചിട്ട് നമ്മൾ പച്ചരിയെല്ലാം അരക്കൂലേ അതുപോലെ അരച്ചിട്ട് ഒഴിച്ച് കൊടുക്കലാണ്. നല്ല ടേസ്റ്റാണ്. മുളകും മല്ലിയും കുറച്ച് കഴിഞ്ഞാൽ എന്താ പറയുക തേങ്ങ ഒഴിച്ച് ചിക്കൻ കറി കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അതിനിടയിൽ ഉമ്മ വന്നിട്ടുണ്ട്. ഉമ്മ പറഞ്ഞിട്ടുണ്ട് ഇനി നീ കറി ഉണ്ടാക്ക്, താമസിക്കേണ്ട, ഞാൻ പത്തിരിയും കാര്യങ്ങളെല്ലാം ചൂടാന്ന്. അങ്ങനെ ഉമ്മ വന്ന് ഞാനന്നേരം നിസ്കരിക്കുന്ന ടൈമാണ് ഉണ്ടായിട്ടുണ്ടായിന്. നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഉമ്മാനോട് സാധനം എല്ലാം വാങ്ങി ഇനിയിപ്പം നേരെ നമ്മൾ കിച്ചണിലേക്ക് തന്നെ ആയിരിക്കും. ഉമ്മ വന്നതിനാൽ എനിക്ക് ഭയങ്കര ഹെൽപ്പായിട്ട് തോന്നലുണ്ട്. ഉമ്മയും എന്നെപ്പോലെ തന്നെയാണ് ഓരോരോ ഭാഗങ്ങൾ എന്താ പറയുക ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഉള്ളി തൊലി കളഞ്ഞാലോ അത് അവിടെ തന്നെ വെക്കില്ല, ആ ഭാഗങ്ങൾ പെട്ടെന്ന് ക്ലീനാക്കി വെക്കും. അതുകൊണ്ട് തന്നെ കിച്ചൺ ഈ നോമ്പ് തുറക്കുന്ന സമയം ഭയങ്കര അലങ്കോലമായിട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെ
പിന്നെന്താ ഇനിയിപ്പില്ലേ അതിനിടയിൽ എൻ്റെ കറി ഉണ്ടാക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ ഉമ്മയും വന്നിട്ടുണ്ട്. ഉമ്മ പറഞ്ഞിട്ടുണ്ടായിനി നീ കറിൻ്റെ കാര്യങ്ങളെല്ലാം ഒരുക്കി ഞാൻ വന്നിട്ട് പത്തിരിയും കാര്യങ്ങളെല്ലാം ചുട്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അങ്ങനെ ഇതാ നമ്മൾ എന്താ പറയുക ഉമ്മ ചിക്കന് ഫ്രൈ ആക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. നോമ്പ് പോയി കഴിഞ്ഞാൽ അധികവും പത്തിരി അല്ലാന്നുണ്ടെങ്കിൽ ബിരിയാണി അങ്ങനെ എന്തെങ്കിലും തന്നെയാണ് ഉണ്ടാക്കൽ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആണപ്പത്തിലുണ്ടാക്കും. അങ്ങനെ അതാവുമ്പോൾ നമുക്ക് അത്താഴത്തിന് വേറെ ചിന്തിക്കേണ്ട ആവശ്യം വരില്ലല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ചിക്കൻ കറീൻ്റെയും ചിക്കൻ ഫ്രൈൻ്റെ ഒന്നും റെസിപ്പി വീഡിയോ ഞാൻ കാണിക്കുന്നില്ല. കാര്യം ഒരുപാട് പ്രാവശ്യം ഞാൻ കാണിച്ചത് തന്നെയാണ് തേങ്ങ അരച്ച ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈൻ്റെ എല്ലാം റെസിപ്പി. അതുകൊണ്ട് തന്നെ ഞാൻ കാണിക്കുന്നില്ല. എന്തായാലും സ്നാക്ക് ഞാൻ കാണിക്കാം കേട്ടോ. സ്നാക്ക് അടിപൊളി ഒരു സ്നാക്കാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിക്ക്. ഞാൻ ഇതൊരു വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അത് ഉണ്ടാക്കാൻ വേണ്ടിക്കും ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഉമ്മ ഉണ്ടെങ്കിൽ എനിക്ക് കുറേ ഹെൽപ്പാണ്. വീഡിയോ എടുക്കാനെല്ലാം എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാര്യം ഉമ്മ ഉണ്ടാക്കുന്നതെല്ലാം എനിക്ക് ഷൂട്ട് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിക്കും. പിന്നെ ഇപ്രാവശ്യം ആണെന്നുണ്ടെങ്കിൽ സൽവാറിൻ്റെ എന്താ പറയുക ഞാൻ സൽവാറും കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്യാം. അതിൻ്റെ എല്ലാം കുറേ തിരക്കിലായിരുന്നു, ബിസിനസ്സിനെ തിരക്കിലായിരുന്നു. അപ്പോൾ ഇല്ലേ മാഷാല്ലാ ഒരുപാട് പേര് നല്ല സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടായിന്. പിന്നെ എനിക്കൊരു കമൻറ്റ് ഇന്നലെ എങ്ങാനും കണ്ടതാണ്, പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകുന്നുണ്ടെങ്കിൽ പിന്നെന്തിനാ കൊണ്ടുവരുന്നത്, പിന്നെന്തിനാ വീഡിയോ ചെയ്യുന്നതെന്ന്. നമ്മളിൽ കുറച്ച് പ്രൊഡക്റ്റേ കൊണ്ടുവരുന്നല്ലോ, എന്നാൽ ഇപ്രാവശ്യം മാക്സിമം നമ്മൾ റീസ്റ്റോക്ക് എടുത്തിട്ടുണ്ടായിന്. നമുക്കിപ്പോൾ 4 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്, സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പം ഇല്ലേ നമ്മൾ സാധനങ്ങൾ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകും. നമ്മൾ കുറച്ച് പ്രൊഡക്റ്റേ കൊണ്ടുവരുന്നുള്ളൂ. എനിക്കിങ്ങനെ കുറേ കൊണ്ടുവന്നിട്ട് എല്ലാവരും ഒരേ കളർ ഇടാം എന്നതിലും ഇഷ്ടം കുറച്ച് പ്രൊഡക്റ്റ് ഒരാൾ ഇട്ടത് ഒരാൾ ഇടാം. അങ്ങനെ സത്യം പറഞ്ഞാൽ എല്ലാവരും യൂണിക്കായിട്ട് എന്താ കാണാനല്ലേ നല്ല രസം ഉണ്ടാവുക. എല്ലാവരും ഒരുപോലെ യൂണിഫോം ഇട്ട പോലെ ഇടുന്നതിലും വെറൈറ്റി ആയിട്ട് ഇടാനല്ലേ രസം ഉണ്ടാവുക. അങ്ങനെ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് പ്രൊഡക്റ്റ് ഒരേ മോഡൽ തന്നെ കൊണ്ടുവരാത്തത്. അങ്ങനെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഞാനങ്ങനെ ഇത് ഭയങ്കര ബിസിനസ്സായിട്ട് ചെയ്യാമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. ഇടയ്ക്കിങ്ങനെ കൊണ്ടുവരും, പിന്നെ ഒഴിവാക്കും, പിന്നെയും കൊണ്ടുവരും. അങ്ങനെ ഇപ്രാവശ്യം മാഷാല്ലാ ഞാൻ കുറച്ചധികം സ്റ്റാഫിനെല്ലാം വെച്ചിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ റമദാൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ എനിക്കത് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ടായിന്. അല്ലാന്നുണ്ടെങ്കിൽ ഞാനും 2 സ്റ്റാഫും കൂടിയിട്ട് ഭയങ്കര എന്താ പറയുക നല്ലോണം ടയർഡാവും, നല്ല തിരക്കായിരിക്കും. ഇപ്രാവശ്യം അൽഹംദുലില്ലാ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ടായിന്. ഇൻഷാല്ലാ പുതിയ കളക്ഷൻസ് കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളെ സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുന്നു. കിട്ടിയവരെല്ലാം നല്ല ഹാപ്പിയാണ്. അതിൽ 1-2 പേരുടേത് ഷാള് ഡാമേജ് ആയെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിന്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 500 പ്രൊഡക്റ്റെല്ലാം ഉണ്ടാവുമ്പം നമ്മൾ ഹോൾസെയിലായിട്ട് എടുക്കുന്നവരോട് ചോദിച്ചു തരാം, ഡാമേജിൻ്റെ കാര്യം പറഞ്ഞുതരാം. 500ഓളം സൽവാർ മെറ്റീരിയൽസ് ഉണ്ടാവും. ഏതെങ്കിലും 1-2 എന്തായാലും ഡാമേജ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇല്ലേ അതെല്ലാം നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ ഒരു പേടിയും വേണ്ട കേട്ടോ നമ്മളടുത്തുനിന്ന് എടുക്കുന്നതിൻ്റെ കാര്യത്തിൽ. പിന്നെ സൈസിൻ്റെ കാര്യത്തിലാണ് 3XL 4XL എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പം എല്ലാ സൈസുള്ളവർക്കും ഒരുപോലെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് കൊണ്ടുവരണമെന്നുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെങ്കിലും ഡാമേജും കാര്യങ്ങൾ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക അയച്ചെന്ന പ്രോഡക്റ്റ് ഉണ്ടാവില്ലേ, അത് പാക്കിങ് പൊളിക്കും മുമ്പേ ജസ്റ്റ് നിങ്ങളൊരു വീഡിയോ എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്കും കൂടി അതൊരു ഹെൽപ്ഫുള്ളായിരിക്കും. കാര്യം നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്കും കൂടി ഉപകാരപ്പെടുന്ന കാര്യമാണ്. അതെന്തായാലും ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് മാറ്റിത്തരാനുള്ള ഓപ്ഷൻ നമുക്കുണ്ടാവും. അങ്ങനെ അപ്പം എന്താ ഇതുവരെയുള്ള നിങ്ങളെ സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. മാഷാ അല്ലാ നമ്മൾ ഇതുവരെയുള്ള എല്ലാ സൽവാർ മെറ്റീരിയലും സോൾഡ് ഔട്ടായി. നമ്മളിപ്പം കുറേ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം ഇൻഷാല്ലാ കുറച്ച് പുതിയ പ്രൊഡക്റ്റ് എല്ലാം കൊണ്ടുവരണമെന്നും വിചാരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നില്ലേ അതിനിടയിൽ ഞാൻ ഈ ഒരു സ്നാക്ക് റെഡിയാക്കലാണ്. ഞാനില്ലേ കുബൂസ് വാങ്ങിയിട്ടുണ്ടായിന്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുബൂസ് ഉണ്ടാക്കാം. ഞാനിത് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അതിന് മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസും ഈ ഒരു ഫില്ലിങ്ങും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിൽ വീണ്ടും കുബൂസ് വെച്ച് കൊടുക്കുക. എന്നിട്ടില്ലേ ബട്ടറിലാണ് ഇതൊന്ന് ജസ്റ്റ് 2 ഭാഗം കളർ ചേഞ്ച് ആയിട്ട് വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിക്ക്, കഴിക്കാനും അടിപൊളിയാണ്. പിന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന കുബൂസിൻ്റെ ടേസ്റ്റ് വേറെ, വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന കുബൂസിൻ്റെ ടേസ്റ്റ് വേറെ അല്ലേ. കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന കുബൂസായിരിക്കും. നിങ്ങൾ ചെയ്യുമ്പം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് എന്താ കുബൂസിൻ്റെ മാവ് കുഴച്ചിട്ട് അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ.
എന്താ പറയുക കുബൂസ് എല്ലാം ഉണ്ടാക്കാനെല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇർഫാന ഷംഷീർ കുബൂസ് റെസിപ്പി എന്ന് ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്കും കൂടി റെഡിയായി. നല്ല ചീസി ആയിട്ടുള്ള സ്നാക്കാണ്, നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഫില്ലിങ്, ഉള്ളിലുള്ള ഫില്ലിങ്ങും കാര്യങ്ങളും എല്ലാം കഴിക്കാൻ വേണ്ടിക്ക്. ഉൾഭാഗം കണ്ടില്ലേ, നല്ല ചീസിയും ക്രീമിയും ആയിട്ട് അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതിനിടയിൽ എൻ്റെ ക്ലീനിങ്ങും, എൻ്റെ അത്രയല്ല ഞാനും ഉമ്മയും കൂടിയിട്ട് വേഗം കിച്ചണെല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. സാധാരണ എന്തെങ്കിലും ഒരു സ്നാക്കാണ് ഉണ്ടാക്കുക. ഇനിയിപ്പം ഉമ്മലുണ്ടായതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോയും കൂടി ഷൂട്ട് ചെയ്യുന്നല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സ്വീറ്റായിട്ട് എന്തെങ്കിലും പുഡിങ് പോലെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. പക്ഷേ ഞാനിതാ 2 പാക്കറ്റ് പാലെല്ലാം അങ്ങനെ പൊട്ടിച്ച് വെച്ച് പിന്നെ അതുപോലെ ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി എടുത്തതാണ്. പക്ഷേ അന്നേരം ഒന്ന് നോക്കിയേരം കണ്ടേ ഇതിൻ്റെ ഡേറ്റ് തീർന്നു. ഈ ഒരു കാരമൽ പുഡിങ്ങിൻ്റെ ആ ഒരു ഡേറ്റ് തീർന്നുപോയി, അതിങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ടായിന്. അപ്പം പിന്നെ പ്ലാനെല്ലാം മാറി ഉണ്ടാക്കണ്ടെന്നെല്ലാം വിചാരിച്ചതാണ്. പിന്നെന്താ, എന്നിട്ട് ഏതായാലും വിപ്പിംഗ് ക്രീമും കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചതല്ലേ, ഒന്ന് ബീറ്റ് ചെയ്തിട്ട് തന്നെ ഫ്രിഡ്ജിൽ വെക്കുക. വേറെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്, രണ്ടാമത് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ വിപ്പിംഗ് ക്രീമെല്ലാം ബീറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. അന്നേരം മക്കൾ പറഞ്ഞ് നമ്മളെന്തെങ്കിലും ഉണ്ടാക്കിക്കോളാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെന്താ, ഞാൻ ഈ ഒരു റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ് വാങ്ങൽ. ഇതാകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ മിൽക്ക് മെയ്ഡൊന്നും ഒഴിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. അപ്പം അതെല്ലാം ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും കിച്ചണിലൊക്കെ കുറച്ച് ക്ലീനിങ്ങും ഉണ്ടായിട്ടുണ്ടായിന്. അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം വത്ത ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. എനിക്കിപ്പില്ലേ കുറച്ച് നാളായിട്ട് നോമ്പ് നമ്മൾ മുറിക്കാനാണെന്ന് അറിയില്ല, നോമ്പ് തുറക്കുന്ന സമയത്തിൽ ഈ പാലൊന്നും ഒഴിക്കാണ്ട് വെള്ളമൊന്നും ഒഴിക്കാണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള വത്ത ജ്യൂസ് കുടിക്കാൻ, നല്ല തണുത്ത, ഓരോരുത്തർക്ക് തണുത്തത് കുടിക്കും, തണുത്തത് കുടിച്ചാൽ പിറ്റേ ദിവസം ഇങ്ങനെ തൊണ്ടക്ക് പണി കിട്ടും. അങ്ങനെ വത്ത ജ്യൂസ് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ കുടിച്ച് നോക്കിയാൽ മധുരം ഒന്നും ഇടാൻ പാടില്ല, പഞ്ചസാര ഒന്നും ഇടാൻ പാടില്ല. ഇങ്ങനെ നല്ല തണുത്ത വത്ത എടുത്തിട്ട് വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഇങ്ങനെ ജ്യൂസ് അടിക്കുക, ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഭയങ്കര പാലും ഒഴിക്കലില്ല, എനിക്ക് പാലൊഴിച്ചിട്ട് വത്ത ജ്യൂസ് ഇഷ്ടം കുറവാണ്. റുഹബ്സ ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, പക്ഷേ വെറുതെ പാലൊഴിച്ചിട്ട് വത്ത ജ്യൂസ് അടിക്കൽ എനിക്ക് ഇഷ്ടം കുറവാണ്. അങ്ങനെ എനിക്കും കാക്കും മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഇങ്ങനെ കുടിക്കാൻ വേണ്ടിക്ക്. സാധാരണ അവക്കാടോ നിർബന്ധമാണ്, പക്ഷേ ഇന്നാണെന്നുണ്ടെങ്കിൽ അതില്ല, ഒന്ന് പഴുത്ത് അവക്കാട് കറക്റ്റ് നല്ലത് കിട്ടിയിട്ടില്ല നമുക്ക്. നമ്മളാണെന്നുണ്ടെങ്കിൽ കണ്ണൂർ നെസ്റ്റോലൊന്നും പോയിട്ടുമില്ല, അവിടെ നിന്ന് നല്ലത് കിട്ടലുണ്ട്. ഫ്രൂട്ട്സിൻ്റെ കടയിൽ നിന്ന് അങ്ങനെ ചെറിയ അവക്കാട് കിട്ടും, അതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കറുപ്പടിച്ചിട്ട് അങ്ങനെ നല്ല പൾപ്പും കാര്യങ്ങളൊന്നും അതിലുണ്ടാവില്ല. എന്നിട്ടിതാ വത്ത ജ്യൂസാണ് അടിക്കുന്നത്. നിങ്ങൾ എന്തായാലും അടിച്ചു നോക്കട്ടെ, എല്ലാവരും അടിക്കുന്നതിനായിരിക്കും, എന്നാലും പഞ്ചസാര ഒന്നും ഇടാണ്ട് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് അടിച്ചു നോക്കിയേ ഭയങ്കര നോവ് തുറക്കുന്ന സമയം കുടിക്കാൻ വേണ്ടിക്കൊരു പ്രത്യേക സുഖമായിരിക്കും. അങ്ങനെ ആദ്യം വെള്ളം കുടിക്കും, ഈത്തപ്പഴം വെള്ളം കുടിക്കും, എന്നിട്ടാണ് കേട്ടോ ആ ജ്യൂസ് കുടിക്കുക. ഇനിയിപ്പം എക്കിയും ഉപ്പിയൊന്നും ഇല്ല, അതുകൊണ്ട് പിന്നെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഒരു ജ്യൂസ് മാത്രമേ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ കോഴി ഉണ്ടായതുകൊണ്ട് തന്നെ ഇങ്ങനെ വത്ത ഫുഡിൻ്റെ എന്തെങ്കിലും വേസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ കോഴിക്കാന്ന് കൊടുക്കൽ, അതുകൊണ്ട് ഭയങ്കര സമാധാനവും ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നോമ്പെല്ലായതുകൊണ്ട് എന്തെങ്കിലും കുറച്ചെങ്കിലും ബാക്കിയുണ്ടാവും, അത് കളയുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ഇതിപ്പോൾ കോഴി ഉണ്ടായതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ നല്ല തന്നെയാണ്. പക്ഷെ കോഴി ഉണ്ടായിട്ടില്ലേ എൻ്റെ ചെടി മൊത്തത്തിൽ നശിപ്പിച്ച് വെച്ച്, എൻ്റെ ആ ഒരു മണി പ്ലാന്റ് ഉണ്ടായിട്ടില്ലേ പുറത്ത് വെച്ച 3 ചട്ടിയിൽ, അത് ഫുള്ളും തിന്ന് തീർത്ത്. പിന്നെ എൻ്റെ ഒരു ഊനാലിൻ്റെ മുകളിലുള്ള ബൊഗൻവില്ലുണ്ട് ഇല്ലേ, അതിൻ്റെ മുകളിലൊന്നും ഇപ്പോൾ കയറി നിൽക്കില്ല, രാത്രി കൂട്ടിലൊന്നും കയറൂല. അങ്ങനെ നമ്മൾ അപ്പുറത്തെ ഭാഗം കമ്പി അടിച്ചിട്ടെല്ലാം ആക്കിയിട്ടുണ്ടേ. എന്നിട്ടെന്താ പറയുക, എന്നിട്ടും അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഊനാലിൻ്റെ മേലെ തന്നെയാണ് രാത്രി ഉണ്ടാവുക. അത് എന്നിട്ട് അങ്ങനെ കൂട്ടിലൊന്നും കയറുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. രാത്രി കൂട്ടി കയറൂലേ, ആ ഊനാലില്ലേ എൻ്റെ പുറത്തുള്ള ആ ഊനാലിൻ്റെ മേലെ ബോഗൻവില്ലുണ്ട്, അതിൻ്റെ മുകളിൽ കയറിയിട്ട് എന്നിട്ട് രാവിലെ കൊക്കരക്കുമെന്ന് രാവിലെ അല്ലേ പറയല്, ഇത് രാത്രി പറയല്. അങ്ങനെ രാവിലെയും പറയും, 3 മണിക്ക് ശേഷം ഇങ്ങനെ പറയും, 3 മണിക്ക് ശേഷം കൊക്കരയൊക്കെ വന്ന് അങ്ങനെ ആക്കും. പക്ഷേ ഇത് രാത്രി എന്നിട്ട് അങ്ങനെയൊന്നും അറിയില്ല. നിങ്ങൾക്ക് അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇതാ ഞാൻ വത്ത ജ്യൂസും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി എടുക്കലാണ്. ഇപ്പുറത്തുനിന്ന് മക്കൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നുണ്ട്. ഫ്രൂട്ട്സ് കാര്യമായിട്ട് കുറേയൊന്നും കട്ട് ചെയ്തിട്ട് ഇടൂല, കാര്യം നമ്മൾ നോമ്പ് എന്താ പറയുക ബാങ്ക് എടുക്കുന്നവരെ ഭയങ്കര വിശപ്പായിരിക്കും, അത് വേണം ഇത് വേണം എന്നല്ല ചിന്തിക്കുവേ. പക്ഷേ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ആ ജ്യൂസ് കുടിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ വയറ് ഫില്ലാവും. അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് ഒന്നും അധികം മുറിച്ചിട്ടാണ്ടിരിക്കലാണ് നല്ലതെന്നാണ് എനിക്കിപ്പോൾ തോന്നൽ. കാര്യം എന്തായാലും വേസ്റ്റ് ആവും. അങ്ങനെ വേസ്റ്റ് ആക്കുന്നതിലും നല്ലതല്ലേ കുറച്ച് മാത്രം കട്ട് ചെയ്തിട്ടിടാന്നുള്ളത്. അങ്ങനെ
പിന്നെ ഇപ്രാവശ്യം ഞാൻ ഈ കിച്ചൺ തന്നെയാണ് കേട്ടോ. നോമ്പ് തുറക്കൽ ടേബിളിലുള്ളൊന്നും ഫുൾ സാധനങ്ങൾ കൊണ്ടുവയ്ക്കില്ല. കാര്യം ഓൾറെഡി ഈ കിച്ചൺ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഭാഗം മാത്രമല്ലേ മോശമാവും. ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പുറം കൊണ്ടുവച്ച് ജ്യൂസ് എങ്ങാനും മറിഞ്ഞു കഴിഞ്ഞാൽ കുറേ പണി കൂടുതലായിരിക്കില്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ തന്നെയാണ് നോമ്പ് തുറക്കലും കാര്യങ്ങളും എല്ലാം. ഇനിയിപ്പോൾ ഇതാ ബാങ്കിൻ്റെ സമയമായി. നമ്മൾ എല്ലാം അങ്ങനെ റെഡിയാക്കി അങ്ങനെ വെക്കലാണ്. നമ്മൾ പത്തിലും ഉമ്മ ചുട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്. പിന്നെ പത്തിലിന് മുക്കാൻ വേണ്ടിക്ക് തേങ്ങാപ്പാൽ അങ്ങനെ നേരത്തെ ബോക്സിലാക്കി വെക്കും. പിന്നെന്താ, പിന്നെ നമ്മുടെ ആ ഒരു നേരത്തെ റെഡിയാക്കി വെച്ച സ്നാക്കും കുറച്ച് ഫ്രൂട്ട്സുമാണ്. പിന്നെ മക്കൾ എന്തോ സ്വീറ്റായിട്ട് കുറച്ച് എന്തോ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടായിന്, അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. പിന്നെന്താ, തേങ്ങ അരച്ച ചിക്കൻ കറിയാണ്. ഇതുതന്നെയായിരിക്കും അത്താഴത്തിനും ഉണ്ടാവുക. ഇനിയിപ്പം എല്ലാവരും കൂടി ബാങ്ക് കൊടുക്കാനായാലും അങ്ങനെ എന്താ പറയുക ഇരിക്കലാണ്. അൽഹംദുലില്ലാ നമ്മൾ ഇപ്രാവശ്യത്തെ നോമ്പ് നല്ല രീതിയിൽ പോയിട്ടുണ്ടായിന്. പിന്നെ മക്കളിട്ട ഡ്രസ്സും കാര്യങ്ങളും നമ്മൾ കൊണ്ടുവന്നത് തന്നെയാണ്. വേണ്ടവർ എന്താ പറയുക എന്തായാലും വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്തോട്ടെ. പിന്നെന്താ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും, ബൈ.